ഹലോ, അപ്പോൾ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ലാമ്പ് ഉണ്ടാക്കിയാലോ? പച്ചല ക്യൂട്ടാണെങ്കിലും ആക്കി വന്നപ്പം ഏകദേശം ഒരു ഫ്ലോപ്പായിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു A4 ഷീറ്റിൽ കളറടിച്ച് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കതിൽ ലാമ്പിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. രണ്ടറ്റവും ഇങ്ങനെ കാണിച്ചിട്ടോ. ഇങ്ങനെ നമ്മൾ പോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് കറക്റ്റ് പോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ നടുക്കുള്ള ഒരു ഹോൾസില്ലേ, അവിടെ കറക്റ്റ് അതിലൊരു ആക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ റൗണ്ട് വരച്ചിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കണം. അതാണ് ഭയങ്കര പണിയില്ല. അതിൻ്റെ അകത്ത് ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ടതാക്കി നോക്കിയായിരുന്നു. എനക്കോ വന്ന് കിട്ടും, നല്ല വൃത്തികേടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എന്താ പറയുക, പെയിൻറ്റിൻ്റെ മൂടി എടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ ചുരുട്ടിയിട്ടുണ്ട്, ഒരു സ്ട്രോ പോലെ ആക്കിയിട്ട് അതിൻ്റെ മേലെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ B7 ഒരു പശ എടുത്തിട്ടുണ്ട് കേട്ടോ. B7000 പറഞ്ഞിട്ടുള്ള ഒരു പശ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പശ കേട്ടോ. ഇത് 50 റുപ്പീസ് അങ്ങോട്ടേ വരുന്നുള്ളൂ. അടുത്തുള്ള ഷോപ്പിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലോണമാണെങ്കിലും എന്താ പറയുക, കുറച്ച് ഒഴിച്ചെടുക്കുക. അപ്പം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ വെക്കാം കേട്ടോ. കണ്ടല്ലോ, ഇതിങ്ങനെ ഒടിഞ്ഞു പോകാം. കാരണം ഇത് നല്ലോണം ഉണങ്ങണം കേട്ടോ. ഞാൻ ഉണങ്ങാണ്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത്. അങ്ങനെ കുറേ പരിശ്രമത്തിനൊടുവിൽ കാറ്റ് വീശിയ കുട പോലെ നമുക്ക് കിട്ടിയിരുന്നുണ്ട് കേട്ടോ. കാരണം ആ വടി ശരിയാക്കുമ്പം ആ മേലത്തെ ലാമ്പ് പോലത്തെ സാധനം എങ്ങോട്ടോ തിരിഞ്ഞിക്കാം. ഞാനെന്ത് ചെയ്യാനാണ്? അപ്പം നമ്മൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് സാധനം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.